റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ ദുൽഖർ സൽമാൻ അടക്കമുള്ള താരങ്ങളെ ചോദ്യം ചെയ്യാൻ ഇഡി. ദുൽഖറിന് ഉടൻ നോട്ടീസ് നൽകും. നടൻ അമിത് ചക്കാലക്കലിന് നോട്ടീസ് നൽകി. താരങ്ങളുടെ വീടുകളിലെ റെയ്ഡിന് പിന്നാലെയാണ് ഇഡിയുടെ നടപടി. എസ് ശരൺ നമുക്കൊപ്പം. എസ് ശരൺ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇഡിയുടെ അന്വേഷണ പരിധിയിൽ വരിക? ഈ ഭൂട്ടാനിൽ നിന്നുള്ള കാർ കടത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പുമായൊക്കെ ബന്ധപ്പെട്ട് ദുൽഖർ അടക്കം വിശദീകരിച്ചിരുന്നല്ലോ. ഇപ്പോൾ ഇഡിയുടെ കൂടി അന്വേഷണത്തിലേക്ക് വരികയാണോ? എന്തൊക്കെയാണ് നീക്കങ്ങൾ? സുജിയ, ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കടത്തിയതിൽ ഫെമ കേസാണ് ഇഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് പിന്നാലെ വിശദമായ റെയ്ഡിലേക്ക് ഇഡി കടന്നിരുന്നതാണ്. 17 ഇടങ്ങളിൽ റെയ്ഡുകളുണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിയിരുന്നത് ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയൊക്കെ വീട്ടിൽ നടന്ന റെയ്ഡാണ്. ആ റെയ്ഡിൽ വാഹനങ്ങളുടെ രേഖകൾ അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ രേഖകൾ പരിശോധിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ താരങ്ങളെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അമിത് ചക്കാലക്കലിന് ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ മാസം കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് അമിത് ചക്കാലക്കലിന് നൽകിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അമിത് ചക്കാലക്കൽ ഇതിന് സമയം നീട്ടി ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. തനിക്ക് ചില വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഈ സമയം നീട്ടി നൽകണമെന്നുള്ള ആവശ്യമാണ് അമിത് ചക്കാലക്കൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇനി ദുൽഖർ സൽമാന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ദുൽഖറിന്റെ ചില രേഖകൾ പരിശോധിച്ചു വരികയാണ്. അതിനുശേഷം നോട്ടീസ് അയക്കുമെന്നുള്ളത് കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. നേരത്തെ കസ്റ്റംസ് ആണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടക്കമിട്ടിരുന്നത്. അന്ന് കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നത് ദുൽഖറിന്റെ 4 വാഹനങ്ങളും അമിത് ചക്കാലക്കലിന്റെ 6 വാഹനങ്ങളുമാണ്. ഇത് സംബന്ധിച്ച് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തുന്നത്. അങ്ങനെ ഈ ദുൽഖർ സൽമാന്റെ 4 വാഹനങ്ങളുടെ രേഖകൾ അടക്കം പരിശോധിച്ചാണ് ഇപ്പോൾ ഇഡി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ കോയമ്പത്തൂർ റാക്കറ്റിനെ കേന്ദ്രീകരിച്ചും ഇഡിയുടെ അന്വേഷണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് വാഹനം കടത്തിയതിന് പിന്നിൽ കോയമ്പത്തൂർ റാക്കറ്റ് ആണെന്നുള്ള കണ്ടെത്തിയിരുന്നു. അങ്ങനെ റാക്കറ്റിലെ അംഗങ്ങളെ അടക്കം ഇഡി ചോദ്യം ചെയ്തിരുന്നതാണ്. അതിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുണ്ട്. ഇതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ താരങ്ങളെ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയും ഒപ്പം തന്നെ അമിത് ചക്കാലക്കലിന് നോട്ടീസ് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് എസ് ശരണാണ്. ദുൽഖർ സൽമാൻ അടക്കം ഉടൻ നോട്ടീസ് നൽകാനാണ് ഇഡിയുടെ നീക്കം.